കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളഭാലങ്കാരം കാണാനും നല്ല കൗതുകണ്ട്. ഇന്ന് ദശാവതാരത്തിലെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തിയായിട്ടാണ് ഇന്ന് ശ്രീലകത്ത് പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കാലുമ്പിലത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. ചുവന്നപ്പട്ട് കസവോട് കൂടിയുള്ളത് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് പാളസാറ് പോലെ. അരയിലേക്ക് ഇങ്ങനെ കാണാണ്ട്. പൊന്നുഗുരുവായൂർ പൊന്നുണ്ണിക്കണ്ണൻ തന്നെയാണല്ലോ വരാഹമൂർത്തിയായിട്ട് നിൽക്കുന്നത്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലപൊട്ടുമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തൊരു മാല, രണ്ടിൻ്റെ നടുവിൽ ചെറിയൊരു സ്വർണ്ണ ഗോപി, കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ ഒരു ഗത പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിൽ ഒരു താമരപ്പൂവും പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്. ഏഹ് ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിമിൽ സ്വർണ്ണഗോപി, വരാഹരൂപത്തിലാണ് മുഖം. ആ പന്നിയുടെ രൂപത്തിൽ തന്നെയായിട്ട് അങ്ങനെ തേറ്റൊക്കെ ആയിട്ട് അതിൻ്റെ മുകളിൽ ഭൂമി, എന്താ ചെറിയൊരു കടുകുമണി പോലെ ഭൂമിയുടെ ചെറുതായിട്ട് അങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ വരാഹമൂർത്തിയായിട്ടാണ് ശ്രീലകത്ത് നമ്മുടെ പൊന്നുഗുരുവായൂരപ്പൻ. നിങ്ങൾ എന്തൊരു ഭംഗിയാറിയോ ചാർത്തിയത് കാണാൻ, നല്ല കൗതുകമുണ്ട്. വരാഹമൂർത്തി എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് വരാഹമൂർത്തി നിൽക്കുന്നത് കേട്ടോ. കളപ്പം കൊണ്ട് ഇങ്ങനെ കിരീടം ചാർത്തിയിട്ടുണ്ട്. ഒക്കെ നല്ല കൗതുകമുണ്ട്. തിരുമുടിമാല, തെച്ചിയും തുളസിയായിട്ട് ഒരു തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകളാണ്. ഒന്ന് തെച്ചിയും തുളസി മാല പോലത്തെ ഒരു ഉണ്ടമാല. മറ്റേ ഉണ്ടമാല എങ്ങനെ വെച്ചാൽ വെളുത്ത പൂവിൻ്റെ മുകളിൽ ചുവന്ന പൊട്ട് 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 പോലെ തെച്ചി പൂ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. അങ്ങനെ രണ്ട് ഉണ്ടമാലകളും ഒരു തിരുമുടിമാലയാണ് ചാർത്തിക്കുന്നത് വരാഹമൂർത്തിക്ക്. അതുപോലെ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് അഞ്ചാറ് ഉണ്ടമാലകൾ ചേർത്ത്, ഒന്ന് തടിച്ച് ഉരുണ്ട താമരപ്പൂ മാത്രമായിട്ടുള്ള ഒരു ഉണ്ടമാല, പിന്നെ താമരയും തുളസിയായിട്ടുള്ള ഒരു 5 എണ്ണം, അങ്ങനെ 6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിന്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് വരാഹമൂർത്തിയായിട്ട് എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഒരു കയ്യിലെ ഗതയും പിടിച്ചിട്ട് വലത്തെ കയ്യിലെടുത്ത് താമരപ്പൂവും പിടിച്ചിട്ട് അങ്ങനെയാണ് നിൽക്കുന്നത്. ആ രൂപം കാണാൻ നല്ല കൗതുകം കേട്ടോ. എല്ലാവരും മനസ്സിൽ വിചാരിച്ചോട്ട് നല്ല സന്തോഷമാവും നമുക്ക്. അങ്ങനെ രസമായിട്ട് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് വരാഹമൂർത്തിയാണ് ശ്രീലകത്ത് നിൽക്കണേ. നാരായണ അനുഗ്രഹിക്കണേ. രാവായ കണ്ണൻ കുളിർ തിങ്കൾ വെള്ളി കിണ്ണത്തിലെ ചോറമൃതേത്തു ചെയ്കെ, വക്കത്തു ചിന്നിച്ചിതറുന്ന വറ്റിൻ കൂട്ടങ്ങൾ താരാനികരങ്ങൾ മിന്നി, നിലാവിലാറാടിയ കാട്ടിൽ നിന്നു വിലാസവേഷങ്ങൾ ചമഞ്ഞു കൃഷ്ണൻ, വ്രജത്തിലെ ഗോപികൾ വന്നു ചേരാൻ വിളിച്ചിടുന്നു കളവേണുവാദ്യം. ഉറച്ചുപോയി താരകൾ വാനിടത്തിൽ തളർത്തുപോയി വല്ലികൾ വന്യഭൂവിൽ നനഞ്ഞുപോയി കൺമിഴിമാൻ കിടാവിന്നലിഞ്ഞുപോയി കല്ലുകൾ എന്തു ചിത്രം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാന്ന് പൊന്നു ഗുരുവായൂരപ്പൻ വരാഹമൂർത്തിയായിട്ട് എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ രൂപം മനസ്സിൽ വിചാരിച്ചാൽ തന്നെ നല്ല സന്തോഷമാവും. എന്നാൽ ദശാവതാരത്തിലെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തി ഭൂമിദേവിനെ രക്ഷിച്ചു കൊണ്ടുവന്ന പോലെ നമ്മളെ ഭക്തന്മാരെ എല്ലാവരും രക്ഷിച്ചുകൊണ്ടാണ് പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കണത് കേട്ടോ. ആ പൊന്നു ഗുരുവായൂരപ്പനെ ആ വരാഹമൂർത്തി കാൽക്കൽ വീണകൾ നമസ്കരിക്കുക. എന്നിട്ട് തൃപ്പാദം മുറുകെ പിടിച്ച് പൊന്നു ഗുരുവായൂരപ്പൻ്റെ തിരുമുഖം സ്മരിച്ച് ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. കണ്ണൻ കൈവിടില്ല. ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട്. നാരായണ 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 ഹരേ ഹരേ.